പ്രിയപ്പെട്ടവരെ, ചരിത്രമുറങ്ങുന്ന തിരൂരങ്ങാടിയിൽ മൂന്ന് കണ്ടൻ കുഞ്ഞഹമ്മദ് എന്ന പേരിൽ അനാഥത്വത്തിൻ്റെ വ്യഥയറിഞ്ഞ് വളർന്നു വന്ന ഒരു ബാലൻ കൗമാരവും യൗവനവും പിന്നിട്ട് ഉന്നതങ്ങളിൽ ലോകം ദർശിച്ച MK ഹാജിയായിട്ട് മാറി. ചെങ്കോട്ടയുടെ കെട്ടുറപ്പും പനനീർ പൂവിൻ്റെ നൈർമാല്യവും പിഞ്ചു പൈതലിൻ്റെ നിഷ്കളങ്കതയും മനഃശുദ്ധിയും ഒത്തിണങ്ങിയ ജീവിതം, ഭൗതിക ലാഭം മോഹിക്കാതെ സേവനത്തിൻ്റെ വെണ്ണക്കല്ലിൽ ഇതിഹാസം കുത്തിവെച്ച രാജശില്പിയായ അനാഥ സംരക്ഷണ രംഗത്തെ അതുല്യ വ്യക്തിത്വം, വിവരണങ്ങൾക്കും അതീതമായിട്ടുള്ള MK ഹാജി എന്ന ആ മഹാൻ സാഹസികതയും ധീരതയാർന്നുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനസഞ്ചയത്തെ തന്നിലേക്ക് ആകർഷിച്ച പാവങ്ങളുടെ പടത്തലവനായിരുന്നു. അനാഥകൾക്കും അഗതികൾക്കും ആശ്വാസമേകാൻ തിരൂരങ്ങാടിയിലെ സൗദാബാദിൽ പറന്നെത്തിയ ഒരു മാലാഖ. ജീവിതത്തിൻ്റെ സിംഹഭാഗവും സമുദായ സേവനത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ജാജ്വല്യമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ വിയർപ്പൊഴുക്കിയ ആ മഹാൻ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഉടമയായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ ആത്മാർത്ഥത മാത്രം കൈമുതലുണ്ടായിരുന്ന ആ നിഷ്കാമകർമ്മിയുടെ വിയോഗം നമ്മുടെ നാടിന് വലിയൊരു ആഘാതമായിരുന്നു. നീണ്ട 79 വർഷങ്ങൾ പിന്നിട്ട സേവന നിരതമായ MK ഹാജിയുടെ വിയോഗം നിരവധി വിദ്യാഭ്യാസ, സാമൂഹിക, ധാർമ്മിക സ്ഥാപനങ്ങളെ അനാഥമാക്കി. സംഭവബഹുലമായിട്ടുള്ള ആ ജീവിതത്തെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അനുസ്മരിക്കാനാകില്ലെന്നറിയാം. നിസ്വാർത്ഥ സേവകനായ അനാഥ സംരക്ഷണ വീതിയിലെ സമർപ്പിത വ്യക്തിത്വമായിട്ടുള്ള MK ഹാജിയെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുകയാണ് സ്ട്രൈക്കിംഗ് പോയിന്റ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്ട്രൈക്കിംഗ് പോയിന്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ക്ഷമയും സ്ഥിരോത്സാഹവും സമർപ്പണ മനോഭാവവും ഒത്തുചേർന്ന MK ഹാജി 1904 ജനിക്കുന്നത്. 2.5 വയസ്സായപ്പോഴേക്കും MK ഹാജിക്ക് തൻ്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, അനാഥനായിട്ട് മാറി. 14 വയസ്സ് വരെ ഉമ്മ തയ്യാറാക്കി കൊടുത്ത കൈപ്പത്തിരി കടകളിൽ കൊണ്ടുപോയി കൊടുത്ത് ജീവിതം തള്ളി നീക്കി. 14-ാം വയസ്സിൽ ഒരു സായിപ്പിൻ്റെ എസ്റ്റേറ്റിലേക്ക് പോയി. കൃത്യമായി ജോലിക്ക് പോയിരുന്ന MK ഹാജി തൻ്റെ ജോലിക്കിടയിൽ എഴുത്തും വായനയും പഠിച്ചു. അങ്ങനെ ആ എസ്റ്റേറ്റിൽ മേസ്തിരിയായിട്ട് ഉയർന്നു. ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരവും അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. കോഴിക്കോട്ട് ഒരു നേതാവിൻ്റെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി അവിടേക്ക് പോകുന്ന ഒരു കാളവണ്ടിയിൽ കയറി അവിടെ ചെന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുത്തു. ഏറനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപമുണ്ടായപ്പോൾ ആ കലാപത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം മാപ്പിളമാരെ പ്രേരിപ്പിച്ചു. പക്ഷേ ചിലർ അദ്ദേഹം ലഹളക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു. ആ വിവരമറിഞ്ഞ MK ഹാജി അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ മദ്രാസിലേക്ക് വണ്ടി കയറി. ടിക്കറ്റ് ഇല്ലാത്തതിനാൽ ആർക്കോണത്ത് ഇറക്കി വിട്ടു. അവിടെ സ്റ്റേഷൻ മാസ്റ്ററുടെ തോട്ടം നനച്ച് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി. പിന്നീട് മദ്രാസിലെത്തിയ MK ഹാജി ഹലുവ വിറ്റും ഹോട്ടൽ പണിയെടുത്തും വളർന്നു വന്നു. 40 വർഷത്തെ കഠിനാധ്വാനത്തിന് ഫലമായി മദ്രാസിൽ 5 ഹോട്ടലുകൾ, മദ്രാസ്, ബാംഗ്ലൂർ, ബെല്ലാരി എന്നിവിടങ്ങളിൽ ബേക്കറിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. സത്യസന്ധമായ രീതിയിൽ ഹോട്ടൽ നടത്തി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പ്രയാസമായപ്പോൾ പിന്നീട് അതൊക്കെ വിറ്റഴിച്ചു. അഹമ്മദ് റെസ്റ്റോറൻറ്റും എടക്കരയിൽ ഒരു എസ്റ്റേറ്റും മാത്രം തൻ്റെ വ്യവസായ വ്യാപാര സ്ഥാപനമായിട്ട് പിന്നീട് അവശേഷിക്കുകയുണ്ടായി. ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്ന ആ ധനികനായിട്ടുള്ള MK ഹാജി സത്യസന്ധതയുടെയും ക്ഷമയുടെയും കഠിനാധ്വാനത്തിൻ്റെയും സർവോപരി വിനയത്തിൻ്റെയും മകുടോദാഹരണമായിരുന്നു. അങ്ങനെ ഒരു അടിയുറച്ച മുസൽമാനായി തന്നെ അദ്ദേഹം ജീവിച്ചു. സാമ്പത്തികമായി വളർന്നപ്പോഴും ഒരു നിമിഷത്തേക്കെങ്കിലും അദ്ദേഹം സമുദായ കാര്യം മറന്നുപോയില്ല. മലബാർ കലാപത്തിൽ വഞ്ചിക്കപ്പെട്ട സമുദായങ്ങളുടെ പുനരുദ്ധാരണത്തിനായി പല മാർഗങ്ങളിൽ കൂടിയും അദ്ദേഹം സേവനങ്ങൾ സംഘടിപ്പിച്ചു. പോക്കർ സാഹിബ്, ഇസ്മായിൽ സാഹിബ്, സീതി സാഹിബ് എന്നിവരോടൊപ്പം പലതരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. 1947 ഇന്ത്യ വിഭജനത്തെ തുടർന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പലരും രാജിവെച്ചപ്പോൾ
ഇസ്മായിൽ സാഹിബിൻ്റെയും സീതി സാഹിബിൻ്റെയും ബാഫക്കി തങ്ങളുടെയും കൂടെ പാറ പോലെ ഉറച്ചു നിന്നു MK ഹാജി സാഹിബ്. ഹൈദരാബാദ് ആക്ഷൻ്റെ പേരിൽ അന്നത്തെ പല മുസ്ലിം നേതാക്കന്മാരും മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഒരു പച്ച തുണിക്കഷ്ണം കാണുമ്പോഴേക്കും പോലീസ് വിരളിപ്പിടിക്കുന്ന ആ സന്ദർഭത്തിൽ യാതൊരു കൂസലും കൂടാതെ തൻ്റെ കാറിൻ്റെ ബോണറ്റിന്മേൽ പച്ചക്കൊടി പാറിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ ധൈര്യപൂർവ്വം അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. ഇന്നത്തെ മുസ്ലിം ലീഗ് പാർട്ടിയെ മലബാറിൽ ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടിയാക്കി വളർത്തിക്കൊണ്ടുവന്നതിൽ MK ഹാജി സാഹിബ് വഹിച്ച പങ്ക് നിസ്തുല്യമാണ്. സേവന തൽപരനായിട്ടുള്ള MK ഹാജിയുടെ ആ നന്മ നിറഞ്ഞ മനസ്സിനെ എത്ര പ്രകീർത്തിച്ചാലും മതിവരില്ല. സമുദായ സേവന രംഗത്തെ MK ഹാജിയുടെ താടിരോമം ഒരു തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ചാൽ അതിനെ മറികടക്കാൻ മാത്രം തൂക്കമുള്ള ഒരു സമുദായ നേതാവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് CH മുഹമ്മദ് കോയ സാഹിബ് ഒരിക്കൽ MK ഹാജിയെക്കുറിച്ച് പറയുകയുണ്ടായി. അത്രയേറെ സമുദായ സേവനത്തിൻ്റെ ആൾത്താരയിൽ ഉരുകിയൊലിച്ച വ്യക്തിത്വമായിരുന്നു MK ഹാജി. 1943 കോളറ നിമിത്തം മലബാറിൽ വളരെ പേർ മരണപ്പെട്ടു പോയിരുന്നു. തിരൂരങ്ങാടിയിൽ അന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു. അന്ന് മലബാറിൽ മുസ്ലിങ്ങൾക്ക് JDT ഇസ്ലാം എന്ന പേരിലുള്ള ഓർഫനേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോളറ മുഖേന അനാഥരായിട്ടുള്ള കുട്ടികൾ മുഴുവൻ കോഴിക്കോട്ടുള്ള അവരുടെ അനാഥാലയത്തിൽ ചേർക്കുക അന്ന് അപ്രായോഗികമായിരുന്നു. 1921 കലാപത്തെ തുടർന്ന് അനാഥരായി തീർന്ന കുട്ടികളെ വളർത്തുവാൻ വേണ്ടി വടക്കേ ഇന്ത്യയിലെ ധർമ്മിഷ്ഠനായിട്ടുള്ള ഖസൂരി സഹോദരന്മാർ മുൻകൈ എടുത്തുകൊണ്ട് സ്ഥാപിച്ചതായിരുന്നു JDT ഇസ്ലാം ഓർഫനേജ്. അഭിവന്ദനായിട്ടുള്ള KM മൗലവി വിളിച്ചു കൂട്ടിയ സീതി സാഹിബ് ഉൾപ്പെടെയുള്ള മലബാറിലെ നേതാക്കന്മാരുടെ യോഗത്തിൽ വെച്ച് തിരൂരങ്ങാടിയിൽ ഒരു അനാഥാലയം സ്ഥാപിച്ച് നടത്തുവാൻ തീരുമാനിക്കപ്പെട്ടു. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അംഗീകാരവും ഗ്രാൻറ്റും കിട്ടുന്നതിന് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടി പ്രസ്തുത സ്ഥാപനം JDTയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ അഭിപ്രായപ്പെടുകയുണ്ടായി. അങ്ങനെ JDT ഭാരവാഹികളുടെ അനുവാദത്തോടു കൂടി അനാഥാലയത്തിലെ ഒരു ശാഖ തിരൂരങ്ങാടിയിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു. JDTയുടെ ശാഖയായിട്ടാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും യതീംഖാനയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരിച്ചിരുന്നത് തിരൂരങ്ങാടിയിൽ നിന്ന് തന്നെയായിരുന്നു. അതിനായി ഒരു പ്രത്യേകം കമ്മിറ്റി തന്നെ രൂപീകരിച്ചു. KM മൗലവി സാഹിബ് പ്രസിഡന്റും MK ഹാജി സാഹിബ് സെക്രട്ടറിയുമായിരുന്നു. സംഘം നിയമാവലി ഉണ്ടാക്കി ഒരു സ്വതന്ത്ര സ്ഥാപനമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിനു ശേഷം നിയമപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് യഥാസമയം നടത്താറുണ്ടായിരുന്നു. അനാഥ മക്കളെ സ്വന്തം മക്കളെ പോലെ പോറ്റി വളർത്തിയ MK ഹാജിയായിരുന്നു ഈ യതീംഖാനയുടെ ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ചത്. സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള നേതാവും സെൻട്രൽ അസംബ്ലി മെമ്പറുമായിരുന്ന അബ്ദുസത്താർ സേഠ് സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളാണ് 1943 ഡിസംബർ 11 തിരൂരങ്ങാടി യതീംഖാന ഉദ്ഘാടനം ചെയ്തത്. CHൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ KM മൗലവി സാഹിബിൻ്റെ ഈമാനും MK ഹാജി സാഹിബിൻ്റെ സമുദായ സ്നേഹവും സത്താർ സേഠ് സാഹിബിൻ്റെ ഉപദേശവും സീതി സാഹിബിൻ്റെ മാർഗദർശനവും മൂലധനമാക്കി MK ഹാജി നൽകിയ ഒരു വീട്ടിൽ ആരംഭിച്ചതാണ് തിരൂരങ്ങാടി യതീംഖാന. കേരളത്തിലെ ചീഫ് എഞ്ചിനീയറായിരുന്ന TP കുട്ടിയാമു സാഹിബ് MK ഹാജി സാഹിബിനെ കുറിച്ചുള്ള അനുഭവക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്. തിരൂരങ്ങാടി യതീംഖാനയുടെ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവനകൾ പിരിക്കുന്നതിന് വേണ്ടി ഒരു ധനാഢ്യനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഈ യതീം മക്കൾക്ക് ഇത്രയും വലിയൊരു താജ്മഹൽ കെട്ടുന്നത് എന്തിനാ? അത് കേട്ട് ധർമ്മരോഷം പൂണ്ട MK ഹാജി ഇങ്ങനെ മറുപടി പറഞ്ഞു: നിങ്ങൾ യതീം മക്കളെ താഴ്ത്തിക്കെട്ടരുത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു യതീമായിരുന്നു. നിങ്ങളുടെയും എൻ്റെയും മക്കൾക്ക് വലിയ എടുപ്പുകളാകാമെങ്കിൽ യതീം കുട്ടികൾക്ക് മാത്രം നല്ലൊരു കെട്ടിടം എന്തുകൊണ്ടായിക്കൂടാ? അനാഥ സംരക്ഷണ വഴിയിൽ MK ഹാജിയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിൽ ആകൃഷ്ടനായ ആ ധനാഢ്യൻ നല്ലൊരു തുക യതീംഖാനയുടെ കെട്ടിട നിർമ്മാണ ഫണ്ടിലേക്ക് സംഭാവന നൽകുകയും തുടർന്ന് കൊല്ലം തോറും നല്ലൊരു സഹായം തിരൂരങ്ങാടി യതീംഖാനക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. MK ഹാജി സാഹിബ് തന്നെ പിന്നീട് പറയുകയുണ്ടായി: കേരളത്തിലെ പല യതീംഖാനകളും നടത്തി കൊണ്ടുപോകാൻ സാമ്പത്തികപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ തിരൂരങ്ങാടി യതീംഖാനക്ക് മാത്രം എന്നും സമ്പത്ത് മിച്ചമാണ്.
എം കെ ഹാജി ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നേതാക്കളായിരുന്നു KM മൗലവി സാഹിബ്, KM സീതി സാഹിബ്, B പോക്കർ സാഹിബ്. സമുദായ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അതുല്യരായിട്ടുള്ള ഈ നേതാക്കന്മാർക്ക് ഓരോ സ്മാരകം വേണമെന്ന് എം കെ ഹാജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് സീതി സാഹിബ് ട്രെയിനിങ് സ്കൂൾ, KM മൗലവി മെമ്മോറിയൽ അറബി കോളേജ്, പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് എന്നിവ സ്ഥാപിതമായത്. പേരിൽ ഓർഫനേജ് എന്ന് ചേർത്തത് വളരെ അർത്ഥവത്തായിട്ട് മാറി. അവിടുത്തെ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മറ്റും അനാഥശാലകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നു. അഡ്മിഷൻ്റെ പേരിലോ അധ്യാപക നിയമനത്തിൻ്റെ പേരിലോ യാതൊരുവിധ ഓമന പേരിട്ടുകൊണ്ടും ഒരു നയ പൈസ പോലും തിരൂരങ്ങാടി യത്തീംഖാന വാങ്ങാറില്ല. എം കെ ഹാജി സാഹിബിൻ്റെ ധീരമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു അതിൻ്റെ പിന്നിൽ. തൻ്റെ നിലപാടുകൾ ആരുടെ മുന്നിലും തുറന്നു പറയാൻ എം കെ ഹാജിക്ക് ഒരിക്കലും മടിയുണ്ടായിരുന്നില്ല. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ആരുടെ മുന്നിലും ഭയപ്പെടാതെ തൻ്റെ നിലപാട് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഭീകരാന്തരീക്ഷ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരെ ജയിലിലടച്ചപ്പോൾ അവരുടെ കുടുംബങ്ങളുടെ അടുത്ത് ചെന്ന് അദ്ദേഹം ആശ്വസിപ്പിച്ചു. എം കെ ഹാജിക്ക് നേരെ പിന്നീട് വലിയ ഭീഷണികളുണ്ടായി. പക്ഷേ ആ ഭീഷണിക്ക് വഴങ്ങുന്ന സ്വഭാവക്കാരനായിരുന്നില്ല അദ്ദേഹം. ഏത് നിമിഷവും ജയിലിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പും അദ്ദേഹം നടത്തി. സമുദായത്തിന് വേണ്ടി മരിക്കാനും താൻ ഒരുക്കമാണെന്ന് എം കെ ഹാജി പ്രഖ്യാപിച്ചു. എൻ്റെ പേര് 3 കണ്ടം എന്നാണല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള 3 കഷ്ണം തുണി എൻ്റെ പേരിനോടൊപ്പം തന്നെയുണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. മലബാർ കലാപാനന്തരം ഹിന്ദു മുസ്ലിം ബന്ധങ്ങളിൽ ചിലയിടങ്ങളിൽ പോർലേൽക്കുകയുണ്ടായി. ആ മുറിപ്പാടുകൾ മായ്ക്കാൻ എം കെ ഹാജി സാഹിബ് കഠിനാധ്വാനം ചെയ്തു. ഹിന്ദു മുസ്ലിം ബന്ധങ്ങളിലെ ആ വിടവ് നികത്താനും എം കെ ഹാജി അങ്ങേയറ്റം പരിശ്രമിച്ചു. അന്നത്തെ ചരിത്രകാരന്മാരായിട്ടുള്ള P സെയ്ദ് മുഹമ്മദ് സാഹിബ്, ഡോക്ടർ CK കരീം എന്നിവരുടെ നേതൃത്വത്തിൽ 1971 എം കെ ഹാജി മുൻകൈയെടുത്തുകൊണ്ട് ഒരു മാപ്പിള സാഹിത്യ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. 1921 മാപ്പിളമാരെ മലബാർ ലഹളയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ഏറെ പരിശ്രമിച്ചിരുന്ന KP കേശവമേനോൻ പിന്നീട് നാട് വിട്ടു പോവുകയുണ്ടായി. 50 വർഷം കഴിഞ്ഞ ശേഷം 1971 മാപ്പിള സാഹിത്യ സെമിനാറിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് KP കേശവമേനോൻ ആ സെമിനാറിലേക്ക് കടന്നു വന്നു. അദ്ദേഹം അവിടെ വെച്ച് മാപ്പിള കവി T ഉബൈദ് സാഹിബിനെ പൊന്നാടയണിയിക്കുകയും ചെയ്തു. ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ഏറെ കഠിനാധ്വാനം ചെയ്ത നേതാവ് കൂടിയായിരുന്നു എം കെ ഹാജി. കേരളത്തിലെ മുൻ MLA KP രാമൻ മാസ്റ്ററെ തിരൂരങ്ങാടി യത്തീംഖാനയിലൂടെ വളർത്തിക്കൊണ്ടുവന്നത് എം കെ ഹാജിയാണ്. 2ാം ക്ലാസ് മുതൽ രാമൻ മാസ്റ്റർ എം കെ ഹാജിയുടെ തണലിലാണ് യത്തീംഖാനയിൽ വളർന്നത്. അവിടെ നിന്നും SSLC കഴിഞ്ഞു. കോഴിക്കോട്ടെ ഫാറൂഖ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. അവിടുന്ന് പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഇറങ്ങിയ അദ്ദേഹത്തെ രാമൻ മാസ്റ്ററെ അതിനുശേഷം TTCക്ക് ചേർത്തുകൊണ്ട് എം കെ ഹാജി അദ്ദേഹത്തെ പഠിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഓർഫനേജ് LP സ്കൂളിൽ രാമൻ മാസ്റ്ററെ അധ്യാപകനാക്കുകയും ചെയ്തത് എം കെ ഹാജി ആയിരുന്നു. അതിനുശേഷം എം കെ ഹാജിയുടെ നിർബന്ധപ്രകാരം രാമൻ മാസ്റ്ററെ മഞ്ചേരിയിൽ നിന്ന് മുസ്ലിം ലീഗ് ടിക്കറ്റിൽ MLA ആക്കി അസംബ്ലിയിലേക്ക് എത്തിച്ചു. പിന്നീട് കുന്നമംഗലത്തു നിന്നും അദ്ദേഹം MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഒരു മകനെ പോലെയാണ് എം കെ ഹാജി തന്നെ വളർത്തിയതെന്ന് ദളിത് നേതാവായിരുന്ന KP രാമൻ മാസ്റ്റർ വളരെ അഭിമാനത്തോടു കൂടി പറയാറുണ്ടായിരുന്നു. തങ്ങൾ കുടുംബത്തോട് എം കെ ഹാജിക്ക് എന്നും വലിയ ബഹുമാനവും ആദരവുമായിരുന്നു. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളും എം കെ ഹാജിയും പരിചയപ്പെട്ട കാലം മുതൽ നല്ല സ്നേഹബന്ധവും പരസ്പര ബഹുമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. തങ്ങളുടെ തീരുമാനങ്ങളിൽ വരെ ഇടപെട്ട് അഭിപ്രായം പറയുവാൻ മാത്രം വളർന്നിരുന്നു അവരുടെ ആത്മബന്ധം. സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ അവസാന നാളുകളിൽ ചേർന്ന സംസ്ഥാന മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തക സമിതി യോഗം കോഴിക്കോട് ലീഗ് ഹൗസിൽ ചേർന്നുകൊണ്ടിരിക്കെ ബഹുമാനനായിട്ടുള്ള ബാഫക്കി തങ്ങൾ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി. തൻ്റെ ആരോഗ്യം ദിനം പ്രതി മോശമായിട്ട് വരികയാണെന്നും അതിനാൽ സംഘടനയുടെ അധ്യക്ഷ പദവിയിൽ തുടർന്നു പോകാൻ പ്രയാസമാണെന്ന് ബാഫക്കി തങ്ങൾ അവിടെ വെച്ച് തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തന്നെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്ന് നീക്കണമെന്നും
മറ്റൊരാൾക്ക് ചുമതല നൽകണമെന്നും സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞപ്പോൾ തെല്ലൊന്നും നെട്ടലോട് കൂടിയാണ് അവിടെ കൂടിയിരുന്നവരൊക്കെ ആ വാക്കുകൾ കേട്ടത്. എന്തു പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു ആ യോഗത്തിലുള്ളവരെല്ലാം. ബാഫക്കി തങ്ങൾ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ച് കസേരയിൽ ഇരുന്ന ഉടനെ MK ഹാജി ചാടി എഴുന്നേറ്റ് പ്രസംഗം ആരംഭിച്ചു. തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഭാഷയിലും ശൈലിയിലും ഗൗരവം വിടാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കെ ബാഫക്കി തങ്ങളോടായിട്ട് ചില ചരിത്ര വസ്തുതകൾ നിരത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ തുടർന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇസ്ലാമിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ചരിത്രത്തിൽ സ്ഥാനം വഹിച്ചു പോന്ന നേതാക്കന്മാരാരും തന്നെ അവരുടെ മരണത്തിന് മുമ്പായി ആരോഗ്യമില്ലെന്ന കാരണത്താൽ സ്ഥാനങ്ങൾ രാജിവെച്ച ചരിത്രം ഇന്നോളം വരെ ഉണ്ടായിട്ടില്ല. സ്ഥാനങ്ങൾ അവർ ഒഴിയേണ്ടി വന്നത് അവരുടെ മരണത്തോടു കൂടി മാത്രമാണ്. ആയതിനാൽ ബഹുമാനപ്പെട്ട തങ്ങൾ തൻ്റെ നിർദ്ദേശം പിൻവലിക്കുക തന്നെ വേണം എന്ന് MK ഹാജി അവിടെ വെച്ച് പറയുകയുണ്ടായി. ഒടുവിൽ തങ്ങൾ ആ നിർദ്ദേശം അംഗീകരിക്കുകയും പ്രസിഡൻ്റായിട്ട് തുടരുകയും ചെയ്തു. മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കന്മാരുമായിട്ടും ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു MK ഹാജി സാഹിബ്. MK ഹാജി ഒരു അഭിപ്രായം പറഞ്ഞാൽ അവിടെ പിന്നെ മറുത്തൊന്ന് പറയാൻ മറ്റുള്ളവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഇന്ത്യൻ മുസൽമാന്മാരുടെ നേതാവായിരുന്ന ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ വീട്ടിൽ സന്ദർശകർ ധാരാളം വരാറുണ്ടായിരുന്നു. അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഉണ്ടായിരുന്നില്ല. അത് കണ്ടറിഞ്ഞ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ അവിടെ ഒരു 5-6 ചൂരൽ കസേര ഇടാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും അദ്ദേഹത്തിൻ്റെ മകൻ മിയാ ഖാനും അതൊരിക്കലും സ്വീകരിക്കില്ല എന്നുള്ളത് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾക്ക് അറിയാമായിരുന്നു. പിന്നെ എങ്ങനെ ആ കസേര അവിടേക്ക് എത്തിക്കും? ബാഫക്കി തങ്ങൾ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു. ഈ വിവരം MK ഹാജിയെ അറിയിക്കുകയും MK ഹാജിയോട് അത് അവിടെ കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യാൻ. അങ്ങനെ MK ഹാജിയെ ആ ചുമതല ഏൽപ്പിച്ചു. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഡൽഹിയിലേക്ക് പോയ ആ സന്ദർഭം നോക്കിയിട്ട് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ചൂരൽ കസേര വാങ്ങിച്ചിട്ട് MK ഹാജിയോട് പറഞ്ഞു, നിങ്ങളത് മദ്രാസിൽ കൊണ്ടുപോയിട്ട് ഖായിദ് മില്ലത്തിൻ്റെ വീട്ടിൽ ഇടണം എന്ന്. അങ്ങനെ ഒരു വാഹനത്തിൽ കയറ്റിയിട്ട് ആ ചൂരൽ കസേരയുമായിട്ട് MK ഹാജി മദ്രാസിലേക്ക് പോയി. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. വാഹനത്തിൽ എന്താണെന്നുള്ളത് മിയാ ഖാൻ അറിയില്ലായിരുന്നു. കസേര അവരുടെ വീട്ടിലേക്ക് ഇറക്കി വെച്ചപ്പോൾ മിയാ ഖാൻ അതിനെ എതിർത്തു. പക്ഷേ അല്പം ഗൗരവത്തോടു കൂടി MK ഹാജി സംസാരിച്ചപ്പോൾ പിന്നെ മിയാ ഖാന് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വീട്ടിലേക്ക് വന്നപ്പോൾ പുതിയ ചൂരൽ കസേര കണ്ടിട്ട് മിയാ ഖാനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഈ ബാഫക്കി തങ്ങൾ പറഞ്ഞതനുസരിച്ച് MK ഹാജി അവിടേക്ക് കൊണ്ടുവന്നിട്ടതാണ് എന്ന് പറഞ്ഞു. MK ഹാജിയാണ് ആ കസേര കൊണ്ടുവന്നിട്ടത് എന്ന് കേട്ടപ്പോൾ പിന്നെ ഖായിദ് മില്ലത്തും ഒന്നും പറയാൻ നിന്നില്ല. അരനൂറ്റാണ്ട് കാലത്തോളം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സംഘടിത മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അവിരാമം പ്രവർത്തിച്ച മഹാനായിട്ടുള്ള MK ഹാജി സാഹിബ് തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തിരശ്ശീല ഇട്ടുകൊണ്ട് 1983 നവംബർ 5 രാവിലെ 7:30 കാലയവനികക്കുള്ളിലേക്ക് മറഞ്ഞുപോയി. സംഭവ ബഹുലമായിട്ടുള്ള അനേക വർഷങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ രജതരേഖയായി നിലകൊള്ളുന്ന അനാഥ മക്കളുടെ സ്വർഗഭൂമിയിലേക്ക് MK ഹാജിയുടെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ അവിടെ കൂടി നിന്നവരൊക്കെ കണ്ണുനീര് ഒഴുക്കുകയുണ്ടായി. കോഴിക്കോട് നിർമ്മല ആശുപത്രിയിൽ വിവിധ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോൾ തൻ്റെ അന്ത്യം അവിടെ വെച്ച് തന്നെ ആകുമെന്ന് MK ഹാജി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ മഹാന്റെ മയ്യത്തെ തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പരശതം ജനങ്ങൾ റോഡരികിൽ കാത്തുനിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കുകയുണ്ടായി. കരഞ്ഞു കലങ്ങിയ സൗദാബാദിൻ്റെ അങ്കണം ജനനിബിഡമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് അനാഥ ബാലികാ ബാലന്മാർ തങ്ങളുടെ മനസ്സിൻ്റെ മാണിക്യക്കൊട്ടാരത്തിൽ പ്രതിഷ്ഠിച്ച രാജശില്പിയുടെ അന്ത്യമാണ് അവിടെ സംഭവിച്ചത്. ആ ചേതനയറ്റ ശരീരം കാണാൻ കഴിയാതെ അനാഥ കുട്ടികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ സൗദാബാദിലേക്ക് ഒഴുകിയെത്തി. MK ഹാജിയെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ അവിടെ തടിച്ചുകൂടി. വേദനയാൽ തപിക്കുന്ന ഹൃദയങ്ങളിലേക്ക് കുളിരു പകരാൻ ഒരു മന്ദമാരുതനായിട്ട് കടന്നു വന്ന ആ ത്യാഗി വര്യൻ്റെ മയ്യത്ത് സ്വന്തം വീട്ടിൽ കുറച്ചു നേരമേ കിടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ.
അന്ത്യദർശനത്തിന് കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളുടെ മുന്നിലേക്ക് മയ്യത്തെടുക്കാൻ താമസമുണ്ടായില്ല. വൈകുന്നേരം 4 മണിക്ക് MK ഹാജിയുടെ ജാമാതാവ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരം നടന്നു. ചെനക്കൽ പള്ളിയിലെ ഖബർസ്ഥാനിയിലെ 6 അടി മണ്ണിലേക്ക് ആ മൃതദേഹം എടുത്തു വെച്ചപ്പോൾ ചുറ്റും ഇരുട്ട് പരന്നു. ഒരു വിളക്കുമാടം കണ്ണടച്ചതുപോലെയായിരുന്നു സമുദായത്തിന് ആ നിമിഷം. സൗദാബാദിലെ സ്ഥാപനങ്ങളിലൂടെ ജനമനസ്സിൽ ഇന്നും MK ഹാജി ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു.